ദൈവതിരുനാമത്തിൻ്റെ മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വലിയ വെള്ളിയാഴ്ചയുടെ പ്രഭാത നമസ്കാരവും മൂന്നാം മണി നമസ്കാരവും അവസാനിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ന്യായവിസ്താരവും പൊന്തിയോസ് പീലാത്തോസ് യേശു ക്രിസ്തുവിനെ കുരിശുമരണത്തിനായി വിധിക്കുന്നതുമാണ് പ്രഭാത നമസ്കാരത്തിലൂടെയും മൂന്നാം മണി നമസ്കാരത്തിലൂടെയും പ്രധാന ചിന്തകളായി സഭ ക്രമീകരിച്ചിരിക്കുന്നത്. വലിയ വെള്ളിയാഴ്ച കർത്താവ് യേശു മിശിഹായുടെ കഷ്ടാനുഭവം സകല മനുഷ്യവർഗത്തിനും വേണ്ടി, നശിച്ചുപോയ ഈ പ്രപഞ്ചത്തിനു വേണ്ടി, അതിനെ പുനരായ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതിനു വേണ്ടി കർത്താവ് സഹിച്ച കഷ്ടതകളും പീഡയുമാണ് പ്രധാന ധ്യാന വിഷയം. ഇന്നത്തെ പ്രത്യേക സാഹചര്യം ഈ ആരാധനയിൽ വ്യത്യസ്ത സ്ഥലങ്ങളിലായി ഇരുന്ന് സംബന്ധിക്കുന്നവർക്കറിയാം. നമ്മുടെ ആയുസ്സിൽ ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്തതാണ് ദേവാലയത്തിൽ വന്ന് ഈ ശുശ്രൂഷയിൽ നമുക്ക് സംബന്ധിക്കുവാൻ സാധിക്കാത്തത്. എന്നാൽ ഭവനങ്ങളെ ദൈവസാന്നിധ്യത്തിൻ്റെ ശ്രേഷ്ഠ സ്ഥലമായി മാറ്റി അവിടെ ഇരുന്ന് അനേകം ആളുകൾ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നുവെന്ന് എനിക്കറിയാം. സർവശക്തനായ ദൈവം നാം ഇവരെയും അനുഗ്രഹിക്കട്ടെ. വളരെ പ്രധാനപ്പെട്ട കർത്താവിൻ്റെ കഷ്ടാനുഭവത്തോട് ബന്ധപ്പെട്ട ഒരു വേദഭാഗം ഈ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരികയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 34-ാമത്തെ വാക്യം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 34-ാമത്തെ വാക്യം. എങ്കിലും പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി, ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 34-ാമത്തെ വാക്യം. എങ്കിലും പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി, ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. വിശുദ്ധ കുർബാനത്തെക്സായിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പുരോഹിതനും ശുശ്രൂഷക്കാരും ഒരുമിച്ച്, നിങ്ങൾക്കറിയാവുന്നതുപോലെ എൻ്റെ കടങ്ങളെ ശേഷം നിൻ കൃപയാൽ എന്നുള്ള പാട്ട് പാടി പോസ്റ്റ് കമ്മ്യൂണിയൻ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമുള്ള ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ ഓരോ പാത്രങ്ങളും വൃത്തിയാക്കി, വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിച്ച ഓരോ സാധനങ്ങളും ഭംഗിയാക്കി വെടിപ്പാക്കി തൂത്ത് തുടച്ചു വെക്കും. ആ സമയത്ത് വലത് കൈവിരലുകൾ ശംശോനീസോയിലെ പാത്രത്തിൽ വൃത്തിയായി കഴുകുന്നു. ആ കഴുകുന്നതിൻ്റെ ഉദ്ദേശം വലത് കൈവിരൽ കൊണ്ടാണ് യേശു മിശിഹായുടെ തിരുശരീര രക്തങ്ങളിൽ ഏറ്റവും അധികം സ്പർശിച്ചത്. അപ്പം വല്ല അംശവും ശേഷിച്ചിട്ടുണ്ടെങ്കിൽ അത് വൃത്തിയായി, ശേഷിച്ച അംശത്തിന് കർത്താവ് കാവൽക്കാരനായി നിലകൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് ഭംഗിയായി വലത് വിരലുകൾ വൃത്തിയാക്കുന്ന സമയം ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന സാധാരണ നമുക്ക് ഏവർക്കും പരിചിതമല്ല, ഞങ്ങൾ പുരോഹിതന് മാത്രം ചൊല്ലുന്നതാണ്. ആ പ്രാർത്ഥന ഇതാണ്: എൻ്റെ അധരങ്ങൾ നിന്റെ മഹത്വങ്ങളെയും എൻ്റെ വായ നിന്റെ സ്തുതികളെയും ഉച്ചരിക്കുമാറാകണമേ. ഞാൻ നിന്നോട് ചെയ്തു പോയ സകല പാപങ്ങളും നിന്റെ കൈകളിലെയും കാലുകളിലെയും ആണികളെയും നിന്റെ വിലാവ് കുത്തി തുറന്ന കുന്തത്തെയും പ്രതി എന്നോട് ക്ഷമിക്കണമേ. പലപ്പോഴും ഈ പ്രാർത്ഥനയുടെ അർത്ഥം വ്യക്തിപരമായി പറഞ്ഞാൽ എൻ്റെ മനസ്സിലേക്ക് പൂർണ്ണമായി വരുന്നില്ല. ഇന്നും പ്രാർത്ഥന ചൊല്ലുന്ന വ്യക്തിയുടെ മനസ്സിനെ, അറിവിനെ മനസ്സിലാക്കുവാൻ കഴിയാത്ത വിധം ഈ പ്രാർത്ഥന നിലകൊള്ളുകയാണ്. കൈകൾ, വിരലുകൾ വെള്ളത്തിൽ കഴുകിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്: എൻ്റെ ദൈവമേ, എൻ്റെ അധരങ്ങൾ നിന്റെ സ്തുതികളെ ഉച്ചരിപ്പാറാകണമേ. ഞാൻ ചെയ്തു പോയിട്ടുള്ള സകല പാപങ്ങളും നിന്റെ കൈകളിലും കാലുകളിലും തറച്ച ആണികളെ പ്രതിയും നിന്റെ വിലാവ് കുത്തി തുറന്ന കുന്തത്തെ പ്രതിയും എന്നോട് ക്ഷമിക്കണമേ.
പ്രഥമ ദൃഷ്ട്യാ നമ്മുടെ മനസ്സിൽ വരുന്നത് ഇതൊരു മധ്യസ്ഥ പ്രാർത്ഥനയായിരിക്കും. ആണികളും കുന്തവും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? വിശുദ്ധ കുർബാനയെ അനുഷ്ഠിച്ച പുരോഹിതന്റെ പാപത്തിനു വേണ്ടി ആണികളും കുന്തവും പ്രാർത്ഥിക്കുമോ? അല്പം കൂടെ അതിശയോക്തിപരമായി ചിന്തിച്ചാൽ സുറിയാനിക്കാരുടെ ആരാധനാ പാരമ്പര്യത്തിൽ വ്യക്തികൾ മാത്രമല്ല, ഈ കഷ്ടാനുഭവത്തോട് ചേർന്ന ആണിയും കുന്തവും മധ്യസ്ഥത നിർവഹിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 34-ാമത്തെ വാക്യം കർത്താവിന്റെ കഷ്ടാനുഭവ സമയത്ത് പീഡാനുഭവത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. യേശുക്രിസ്തുവിന്റെ ക്രൂശിലരികിലേക്ക് പടയാളികൾ വരുന്നു. തന്നോട് ഒരുമിച്ച് ക്രൂശിക്കപ്പെട്ട, ഇടതും വലതുമായി ക്രൂശിക്കപ്പെട്ട കള്ളന്മാർ രണ്ടുപേരും മരിച്ചിട്ടില്ല. അവരുടെ കാൽമുട്ടുകൾ ഒടിച്ചു. യേശുവിന്റെ അരികെ വന്നപ്പോൾ കർത്താവ് മരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയും മുട്ടൊടിച്ചിട്ട് പ്രയോജനമില്ലല്ലോ. പ്രവചനത്തിൽ അവനെ കുറിച്ച് പറയുന്നു, അവന്റെ അസ്ഥികളൊന്നും ഒടിയത്തില്ല. എങ്കിലും അതാണ് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 34-ാം വാക്യത്തിന്റെ തുടക്കം. എങ്കിലും അവൻ മരിച്ചു എന്നറിഞ്ഞു, ഇനി അവന്റെ മുട്ടുകൾ അസ്ഥികൾ ഒടിച്ചിട്ട് പ്രയോജനമില്ല എന്ന് പടയാളിക്ക് മനസ്സിലായി. എങ്കിലും പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി. ഉടനെ രക്തവും വെള്ളവും ഒഴുകി. സത്യത്തിൽ മൃതനോട് കാണിക്കുന്ന അപമര്യാദയാണിത്. നമ്മളൊക്കെ പറയുന്ന ഒരു വാക്കാണല്ലോ, ശവത്തെ കുത്തരുത്. എന്നാൽ ശവത്തെ കുത്തി. പടയാളികളിൽ ഒരുത്തൻ ശവത്തെ കുത്തി. യഥാർത്ഥത്തിൽ ഈ വാക്യത്തിന്റെ അർത്ഥതലത്തിലേക്ക് വരുമ്പോൾ സുറിയാനി പിതാക്കന്മാർ ഏറ്റവും മനോഹരമായി വ്യാഖ്യാനിച്ചിട്ടുള്ള ഒരു വേദഭാഗമാണ്. പരിശുദ്ധനായ അപ്രേമിന്റെ ഭാഷയിൽ വിശുദ്ധ മാമോദീസയുടെ ഉത്ഭവം ഈ സംഭവമാണ്. പല സന്ദർഭങ്ങൾ വിശുദ്ധ മാമോദീസയുടെ ഉത്ഭവമായിട്ട് പറയുന്നുണ്ട്. യോർദാൻ നദിയിൽ യോഹന്നാൻ സ്നാപകനിൽ നിന്ന് കർത്താവ് സ്വീകരിച്ച മാമോദീസയാണ് ക്രിസ്തീയ മാമോദീസയുടെ ആരംഭമെന്ന് പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നു. 3 സന്ദർഭങ്ങളാണ് പ്രധാനമായും വ്യാഖ്യാനിക്കുന്നത്. ഒന്ന്, അതിലെ ഏറ്റവും കാതലായ സന്ദർഭം യേശു ക്രിസ്തു യോർദാൻ നദിയിൽ വെച്ച് യോഹന്നാൻ സ്നാപകനിൽ നിന്ന് മാമോദീസ സ്വീകരിച്ച ക്രിസ്തീയ മാമോദീസ സ്ഥാപിച്ചു. കാരണം പരിശുദ്ധ തൃത്വം പിതാവ് ശബ്ദത്തിലൂടെയും പുത്രൻ സ്പർശനത്തിലൂടെയും പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ദർശനത്തിലൂടെയും യോഹന്നാന് വെളിപ്പെട്ടു. ക്രിസ്തീയ മാമോദീസ നിർവഹിക്കുന്നത് പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിന്റെ നാമത്തിലാണ്. ത്രിയേക ദൈവം വെളിപ്പെടുന്നതിന് വേണ്ടിയാണ്, പരിശുദ്ധ തൃത്വം വെളിപ്പെടുന്നതിന് വേണ്ടിയാണ് യേശു ക്രിസ്തു യോഹന്നാനിൽ നിന്ന് യോർദാൻ നദിയിൽ വെച്ച് മാമോദീസ സ്വീകരിച്ചതെന്ന് നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിക്കുന്നു. തൃത്വം വെളിപ്പെട്ടു. എന്തിനു വേണ്ടി? ക്രിസ്തീയ മാമോദീസ സമാരംഭിക്കുന്നതിന് വേണ്ടി. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ യോർദാൻ നദിയിലെ മാമോദീസയാണ് ക്രിസ്തീയ മാമോദീസയുടെ ആരംഭം എന്ന് പറയും. എന്നാൽ അഫ്രഹാത്ത് എന്ന പിതാവ്, അദ്ദേഹം 3-4 നൂറ്റാണ്ടിലെ സുറിയാനി പാരമ്പര്യത്തിന്റെ പ്രതിനിധിയാണ്. അദ്ദേഹം പറയുന്നത് കർത്താവ് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയ സന്ദർഭം, അതാണ് വിശുദ്ധ മാമോദീസയുടെ ആരംഭം. അങ്ങനെ ഒരു പാരമ്പര്യവും നമ്മുടെ സുറിയാനി പാരമ്പര്യത്തിൽ, ആരാധന പാരമ്പര്യത്തിലുണ്ട്. ഇതെല്ലാം മാമോദീസയുടെ വിവിധ അർത്ഥങ്ങൾ പ്രതിപാദിക്കുന്നു എന്നേ ഉള്ളൂ. എന്നാൽ പരിശുദ്ധനായ അപ്രേമും സെറൂഗിലെ മാർ യാക്കോബും അങ്ങനെ പല പിതാക്കന്മാർ വളരെയധികം ആവർത്തിച്ച് പറയുന്ന വിശുദ്ധ മാമോദീസയുടെ തുടക്കം, സമാരംഭമാണ് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 34-ാമത്തെ വാക്യം. എങ്കിലും പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി. ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. പരിശുദ്ധനായ അപ്രേമിന്റെ വാക്ക് അത് മനസ്സിലൊന്ന് നിറഞ്ഞു നിൽക്കട്ടെ. അദ്ദേഹം പറഞ്ഞ വാചകം, through the pierced side of my Lord I saw paradise. തുറക്കപ്പെട്ട
എൻ്റെ കർത്താവിൻ്റെ വിലാപ്പുറത്തു കൂടി ഞാൻ പറുദീസ കണ്ടു. തുറക്കപ്പെട്ട എൻ്റെ കർത്താവിൻ്റെ വിലാപ്പുറത്തു കൂടി ഞാൻ പറുദീസ കണ്ടു. പറുദീസ മനുഷ്യന് നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ട പറുദീസയിലേക്ക് മനുഷ്യനെ തിരികെ കൊണ്ടുവരുവാനാണ് സർവശക്തനായ ദൈവം മനുഷ്യപുത്രനായി തീർന്നത്, മനുഷ്യാവതാരം നിർവഹിച്ചത്. അതുകൊണ്ട് പിതാവായ അബ്രാഹാമിനെ സംബന്ധിച്ച് മനുഷ്യാവതാര മഹിമ വെളിപ്പെട്ട മനോഹര നിമിഷമാണ് തൻ്റെ വിലാപ്പുറത്ത് പടയാളി മുത്തം കൊണ്ട് കുത്തിയത്. കാരണം നഷ്ടപ്പെട്ടു പോയ പറുദീസ മനുഷ്യന് തിരികെ ലഭിച്ച വളരെ പ്രധാനപ്പെട്ട, സഭ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട 2 കൂദാശകളാണ് വിശുദ്ധ മാമോദീസായും വിശുദ്ധ കുർബാനയും. വിശുദ്ധ മാമോദീസായിലൂടെ നാം ദൈവത്തിന്റെ മക്കളായി, നിത്യജീവന്റെ അവകാശം ലഭിച്ചു, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിച്ചു. ധന്യനായ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായത് അമർത്യതയും ധരിക്കണം. ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായത് അമർത്യതയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. മാമോദീസ മുങ്ങണമെന്ന ആലങ്കാരിക ഭാഷയിൽ പൗലോസ് പഠിപ്പിക്കുന്ന സന്ദർഭമാണ്. ദ്രവിച്ചു പോകുന്ന ഈ ശരീരം, മർത്യമായ ഈ ശരീരം അമർത്യതയെ ധരിച്ചത് വിശുദ്ധ മാമോദീസയിലൂടെയാണ്. അതുപോലെ തന്നെ കർത്താവ് യേശു മശീഹ തന്റെ തിരുശരീര രക്തം നമുക്ക് നൽകി. അപ്പമെടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചിട്ട് പറഞ്ഞു, ഇതെന്റെ ശരീരമാണ്. അപ്രകാരം തന്നെ തൃക്കരങ്ങളിൽ കാസായെടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് ശിഷ്യ സമൂഹത്തിന് നൽകിയിട്ട് പറഞ്ഞു, ഇതെന്റെ രക്തമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു, എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. നഷ്ടപ്പെട്ടു പോയ പറുദീസ നമുക്ക് തിരികെ ലഭിച്ചത് നാം സ്വീകരിച്ച മാമോദീസായിലൂടെയും നാം പ്രാപിക്കുന്ന കർത്താവ് യേശു മിശിഹായുടെ തിരുശരീര രക്തങ്ങളിലൂടെയുമാണ്. കർത്താവിന്റെ വിലാപ്പുറത്ത് നിന്ന് ഉടനെ രക്തവും വെള്ളവും ഒഴുകി. അതുകൊണ്ട് പിതാക്കന്മാർ പറഞ്ഞു, രക്തം വിശുദ്ധ കുർബാനയും വെള്ളം വിശുദ്ധ മാമോദീസായുമാണ്. അതുകൊണ്ടാണ് അവന്റെ വിലാപ്പുറത്ത് നിന്ന് രക്ഷയുടെ മഹനീയമായ കൗദാശിക സഹോദരിമാർ ജനിച്ചു എന്നാണ് പിതാക്കന്മാർ പറഞ്ഞത്. മാമോദീസ എന്ന സഹോദരിയും പരിശുദ്ധ കുർബാന എന്ന സഹോദരിയും അവന്റെ വിലാപ്പുറത്ത് നിന്ന് സർവ പ്രപഞ്ചത്തിന്റെയും രക്ഷയ്ക്ക് വേണ്ടി ഒഴുകിയ നിമിഷമാണ് പടയാളി അവന്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തിയത്. രക്ഷാകര സന്ദേശത്തിൽ മനോഹരമായി മറ്റൊരു വ്യാഖ്യാനമുണ്ട്. ഏദന്റെ പറുദീസ ആദാമിന് നഷ്ടപ്പെട്ടതിന്റെ പ്രധാന കാരണം പിശാചിന്റെ പ്രലോഭനത്തിൽ ഹവ്വ വീണുപോയതാണല്ലോ. ഹവ്വയെ മാത്രമല്ല, മനുഷ്യവർഗത്തിന്റെ മുഴുവൻ വീഴ്ചയുടെ സൂചന എവിടെയാണ്? എന്നാൽ പറുദീസയിൽ ആദാം സൃഷ്ടിക്കപ്പെട്ടു. ആദ്യം അദ്ദേഹം പറുദീസയിൽ നിദ്രയിലാണ്ടു, ഉറങ്ങുകയാണ്. ആ സമയത്താണല്ലോ തമ്പുരാൻ ആദാമിന്റെ വാരിയെല്ലെടുത്ത് ഹവ്വയെ സൃഷ്ടിച്ചു. യഥാർത്ഥത്തിൽ ആദാമിന്റെ വിലാപ്പുറത്ത് നിന്ന് ഹവ്വ സൃഷ്ടിക്കപ്പെട്ടു. ആ സൃഷ്ടിപ്പും ക്രമീകരണവും പറുദീസ നഷ്ടത്തിൽ കലാശിക്കുന്നു. പറുദീസ നഷ്ടത്തിന്റെ കാരണം ഒന്നാമത്തെ ആദാമിന്റെ വിലാപ്പുറം തുറന്നതാണ്. പറുദീസൽ വീണ്ടും ലഭിച്ചതിന്റെ മനോഹര കാരണം കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നത് പോലെ രണ്ടാം ആദാമായ, ഒടുക്കത്തെ ആദാമായ യേശു ക്രിസ്തുവിന്റെ വിലാപ്പുറം തുറന്നതിലൂടെ, ആദാമിന്റെ വിലാപ്പുറം തുറന്നത് മുഖാന്തരം നഷ്ടപ്പെട്ട പറുദീസ വീണ്ടും മനുഷ്യവർഗത്തിന് ലഭിച്ചു. അവിടെയാണ് വിശുദ്ധ മാമോദീസയും വിശുദ്ധ കുർബാനയും സഭയുടെ പ്രത്യേകിച്ച് പറുദീസ വീണ്ടും ലഭിക്കുന്നതിന്റെ മനോഹര കൗദാശിക അടിസ്ഥാനമായി നിലകൊള്ളുന്നത്. ഈ അർത്ഥതലമാണ് യഥാർത്ഥത്തിൽ ആണിക്കും കുന്തത്തിനും ആരാധനയിൽ പ്രാധാന്യം വന്ന പ്രധാനപ്പെട്ട നിമിഷങ്ങൾ.
എൻ്റെ കർത്താവേ, ഞാൻ ചെയ്തു പോയ പാപങ്ങൾ പരദീസം നഷ്ടപ്പെടത്തക്ക രീതിയിൽ എൻ്റെ ജീവിതത്തിൽ വന്നുപോയ ബലഹീനതകൾ നിന്റെ കൈകളിലും കാലുകളിലും അടിച്ച ആണിയെ പ്രതിയും നിന്നെ കുത്തിയ കുന്തത്തെ പ്രതിയും എന്നോട് ക്ഷമിക്കണമേ. രണ്ട് മനോഹര അർത്ഥതലങ്ങൾ. ഒന്ന്, യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവം, കർത്താവ് ക്ഷമയോടെ സ്വീകരിച്ച യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവം, അതാണ് നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം. രണ്ട്, ആ രക്ഷ യഥാർത്ഥവൽക്കരിക്കപ്പെട്ടത് അവന്റെ ശരീരത്തിലൂടെ ഒഴുകിയ രക്തം, വിശുദ്ധ കുർബാനയും അവനിൽ നിന്നൊഴുകിയ വെള്ളം ജീവജലമായ വിശുദ്ധ മാമോദീസായുമാണ്. അതുകൊണ്ടാണ് ഈ ഒരു അർത്ഥതലത്തിൽ പിതാക്കന്മാർ പ്രാർത്ഥിക്കുന്നത്. സഹോദരങ്ങളെ, കർത്താവിന്റെ കുരിശുമരണത്തോടനുബന്ധിച്ച് പ്രബോധന വിഷയത്തിനു വേണ്ടി പല ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. യൂദായും പത്രോസ്ലിഹായും, അതുപോലെ തന്നെ പൊന്തിയോസ് പീലാത്തോസും പീലാത്തോസിന്റെ ഭാര്യയും, യേശു ക്രിസ്തുവിൽ കുറ്റം കാണാതിരുന്ന ശതാധിപനും, അതുപോലെ കർത്താവിനെ അനുധാവനം ചെയ്ത സ്ത്രീകളും, അങ്ങനെ എന്തെന്ത് വിഷയങ്ങൾ. ഏറ്റുപറഞ്ഞ കള്ളനും ദുഷിച്ച കള്ളനുമൊക്കെ ഇന്നത്തെ ചിന്താ സാഹചര്യങ്ങളാണ്. എന്നാൽ യേശു ക്രിസ്തു വന്ന മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗം ചായിച്ചിറങ്ങി വന്ന, പിതാവിന്റെ മാർവിൽ നിന്ന് ഇറങ്ങി വന്ന, കന്യകയുടെ ഉദരത്തിൽ അധിവസിച്ച, നമ്മുടെ പിതാക്കന്മാർ ആരാധനാ ഭാഷയിൽ പറയുന്ന പിതാവിന്റെ കതിരായ മശിഹ, ആ മശിഹ നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടാനുഭവം, അതാണ് യഥാർത്ഥത്തിൽ ഈ ദിവസത്തിൽ നമ്മുടെ ജീവിതം മുഴുവൻ നിറഞ്ഞു നിൽക്കേണ്ട ശരിയായ ചിന്ത. യേശു ക്രിസ്തു അനുഭവിച്ച കഷ്ടാനുഭവത്തെ കുറിച്ച് അത് ഒന്ന് രണ്ട് തലങ്ങളിൽ ഞാനത് വിശദീകരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം, കൈസരിയ ഫിലിപ്പിയിൽ വെച്ച് കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു. അപ്പം മറുപടിയായിട്ട് ശിഷ്യന്മാർ പറഞ്ഞു, പ്രവാചകരെന്ന് പറയുന്നവരുണ്ട്, യോഹന്നാൻ മഗ്ദാന മരിച്ചിട്ട് അദ്ദേഹം ഉയർത്തെഴുന്നേറ്റതാണെന്ന് പറയുന്നുണ്ട്, ഏലിയ പ്രവാചകൻ രണ്ടാമത് വന്നതാണെന്ന് പറയുന്നുണ്ട്, ആ പ്രവാചകൻ എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ പല നിഗമനങ്ങൾ യേശുവിനെ കുറിച്ചുള്ളത് പറയുന്നു. ഈ ചോദ്യത്തിന്റെ പുറകിൽ കർത്താവ് അനുഭവിക്കുന്ന കഷ്ടാനുഭവത്തിന്റെ തുടക്കമുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, ജനത്തിന്റെ അഭിപ്രായം ഇതാണ്, പക്ഷെ നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ഉടനെ ശീമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശീഹ ആണെന്ന് സാക്ഷിക്കുന്നു. ഫിലിപ്പിയ കൈസരിയ മുതൽ ഗലീലയിൽ തിരസ്കരണം കർത്താവ് അനുഭവിക്കുകയാണ്. ഞാൻ പറഞ്ഞ വാചകം നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ഗലീല മുഴുവൻ യേശുവിന്റെ പിന്നാലെയായിരുന്നു. ഏറ്റവും അധികം യേശു ക്രിസ്തുവിനെ പ്രചോദനം ലഭിച്ചത്, കർത്താവിനോട് കൂടെ നിന്നത് ഗലീലയിലെ പുരുഷാരമാണ്. എന്നാൽ ഈ 3.5 വർഷക്കാലത്തെ പരസ്യ ശുശ്രൂഷ, 33 വർഷത്തെ ആയുസ്, അതിലെ പരസ്യ ശുശ്രൂഷയുടെ സാഹചര്യത്തിൽ ആരംഭത്തിൽ ഉണ്ടായിരുന്ന ഒരു ജനകീയ പക്ഷം ഇപ്പൊ യേശുവിനോടില്ല. കൈസരി ഫിലിപ്പയിൽ വെച്ച കർത്താവിന്റെ ചോദ്യത്തിന്റെ പുറകിൽ ഈ തിരസ്കരണത്തിന്റെ വേദനയുണ്ട്. തന്റെ ശിഷ്യന്മാരിലും ചില സംശയങ്ങൾ. നമ്മൾ പടകും വലയുമൊക്കെ ഉപേക്ഷിച്ച് ഇവനെ അനുധാവനം ചെയ്തത് മണ്ടത്തരമാണോ? യഥാർത്ഥത്തിൽ കർത്താവ് അനുഭവിച്ച കഷ്ടാനുഭവത്തിന്റെ ഒന്നാം മുഖം കർത്താവ് അനുഭവിച്ച തിരസ്കരണമാണ്. ഇവിടെയാണ് ഈ ദിവസം പ്രധാനപ്പെടുന്നത്. ഈ ദിവസത്തിന്റെ അർത്ഥതലത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. വ്യക്തികളെന്ന നിലയിൽ മനുഷ്യ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ വേദനകൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ വേദനകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അവഗണന, തിരസ്കരണം. അത് നമ്മൾ ഒരുമിച്ച് അധിവസിക്കുന്ന കുടുംബത്തിലാണെങ്കിലും, ശുശ്രൂഷ നിർവഹിക്കുന്ന ഇടവകയിലാണെങ്കിലും, നമ്മൾ ജോലി ചെയ്യുന്ന മേഖലകളിലാണെങ്കിലും, പരിശുദ്ധ സഭയുടെ വിവിധ മേഖലകളിലാണെങ്കിലും അവഗണന, തിരസ്കരണം, അതിൻ്റെ വേദന ഭയങ്കരമാണ്. അതിൻ്റെ വേദന വല്ലാതെ നമ്മെ ബാധിക്കും. യേശു ക്രിസ്തു ഒറ്റപ്പെടുന്നു. യേശു ക്രിസ്തുവിനെ
ജനങ്ങൾ തിരസ്കരിക്കുന്നു. ആ തിരസ്കരണം ഗോകുൽത്താഴ് ഉത്തംഗ ശൃംഗം വരെ നിലനിൽക്കുകയാണ്. ഒരാൾ ഏറ്റുപറയുമ്പോൾ മറ്റൊരാൾ തിരസ്കരിക്കുന്നു. വലത്തുഭാഗത്തെ കള്ളൻ പറയുന്നു, നീ രാജത്വം പ്രാപിക്കും, എന്നെയും ഓർക്കണം. പക്ഷെ ഇടതുഭാഗത്തുള്ളവൻ പറയുന്നത്, പലസ്തീനിൽ മുഴുവൻ, ഗലീലയിൽ മുഴുവൻ വലിയ കാര്യങ്ങൾ പ്രവർത്തിച്ചവനല്ലേ, രക്ഷപ്പെടാൻ അല്പമെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ സ്വയമേവ രക്ഷപ്പെടാം, ആ കൂട്ടത്തിൽ ഞങ്ങളെയും രക്ഷപ്പെടുത്തും. അതാണ് മറ്റൊരാൾ പറയുന്നത്. തന്നെ അനുധാവനം ചെയ്ത പുരുഷാരം മുഴുവൻ തന്നെ തിരസ്കരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ അത്ഭുതങ്ങളും ശുശ്രൂഷകളും ലഭിച്ച അനേക മനുഷ്യരുണ്ട്. കുഷ്ഠരോഗിയുണ്ട്, കുരുടനുണ്ട്, അപ്പം നിന്ന് തൃപ്തരായ ബഹുപുരുഷാരമുണ്ട്. പക്ഷെ എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു, ബറബാസിനെ വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്കാം. കർത്താവ് അനുഭവിച്ച കഷ്ടാനുഭവത്തിന്റെ, അവന്റെ കൈകളിൽ തറയ്ക്കപ്പെട്ട ആടുകൾ, അവന്റെ വിലാപ്പുറം കുത്തിത്തുറന്ന കുന്തം, അത് പ്രതിനിധീകരിക്കുന്ന വേദനയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തിരസ്കരണമാണ്. അവഗണനയുടെയും തിരസ്കരണത്തിന്റെയും ആണികൾ, അവഗണനയുടെയും തിരസ്കരണത്തിന്റെയും കുന്തങ്ങൾ ഇന്നും നമ്മൾ പലരുടെ മേലും ചാർത്തുകയാണ്. സ്വന്തം ജീവിതത്തിലും അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാകാം. COVID-19 ലോകമാകമാനം വ്യാപിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, ഈ ലോകത്തിന് അല്പമെങ്കിലും ആശ്വാസമുണ്ടെങ്കിൽ അത് നസ്രായക്കാരൻ യേശു ലോകത്തിന് പകർന്ന ശുശ്രൂഷയും പരിഗണനയും മാത്രമാണ്. ഈ ലോകത്തിൽ അല്പമെങ്കിലും ആശ്വാസം നിലനിൽക്കുന്നെങ്കിൽ കിട്ടുന്ന ശമ്പളത്തിന്റെ തീവ്രത മനസ്സിലാക്കിയല്ല. അനേകം ആളുകൾ കുടുംബങ്ങളിലും അതുപോലെ തന്നെ ആശുപത്രികളിലും എല്ലാം മറന്ന് പലരെയും ശുശ്രൂഷിക്കുന്നത് നസ്രായക്കാരൻ യേശു കാണിച്ച പരിഗണനയും ശുശ്രൂഷയും സ്നേഹവും അതിന്റെ പ്രചോദനമാണ്. ഇതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ലോകമാകപ്പാടെ നശിച്ചുവെന്നും ആർഭാടത്തിലും ലോകൈക സുഖങ്ങളിലും ഒക്കെ നിമഗ്നമായിരിക്കുന്നുവെന്നും ഒക്കെ പ്രഭാഷകന്മാർ പറയും. എന്നാൽ അതിനൊരു മറുവശമുണ്ട്. ഈ 2000 വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ ലോകം നശിക്കാത്തതിന്റെ കാരണം ഇന്നും ക്രിസ്തുവിനെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് അനേകർ ശുശ്രൂഷയ്ക്കും സേവനത്തിനും ഇറങ്ങിച്ചെല്ലുന്നു എന്നുള്ളതാണ്. അതാണ് തിരസ്കരണത്തെയും അവഗണനയെയും അതിജീവിച്ച നസ്രായക്കാരൻ യേശു ഇന്നും ജീവിക്കുന്നു. ഈ ദിവസം നമ്മെ പഠിപ്പിക്കുന്ന മനോഹര സന്ദേശം. സഹോദരങ്ങളെ, എത്രയോ മനുഷ്യർ ലോക ചരിത്രത്തിൽ സ്വന്തം ജീവിതം ദൃഢവൽക്കരിച്ച് കർത്താവ് കാണിച്ച മാർഗത്തിലൂടെ അനേകരെ ശുശ്രൂഷിപ്പാൻ, അനേകർക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുവാൻ. ഈ അവസാന സമയം ഇറ്റലിയിൽ ചെറുപ്പക്കാരനായ ഒരു മനുഷ്യനെ കണ്ടിട്ട് എന്റെ വെന്റിലേറ്റർ അവന് കൊടുക്കണം, കാര്യം ഇനിയും അവന് ജീവിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ വൃദ്ധനായ പുരോഹിതൻ വരെ നസ്രായക്കാരൻ ആ കുഷ്ഠരോഗിയോട് പറഞ്ഞ സൗമനസ്യത്തിന്റെ, സ്നേഹത്തിന്റെ, മനസ്സലിവിന്റെ പ്രതിനിധിയാണ്. യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ കർത്താവ് ഏറ്റവും അധികം കാണിച്ച മനോഗുണം, അത് ഇതിനോട് ചേർന്ന് ഞാൻ പറയട്ടെ. കർത്താവ് അനുഭവിച്ച കഷ്ടാനുഭവം തിരസ്കരണമാണെങ്കിൽ, കർത്താവ് കാണിച്ച ദൈവരാജ്യത്തിന്റെ മഹത്തരമായ സ്വഭാവം മനസ്സലിവാണ്. സുറിയാനിക്കാരുടെ ആരാധന പാരമ്പര്യത്തിൽ ആവർത്തിക്കുന്ന ഒരു പദമാണ് റഹബാസ് നോസൂസോ, മനുഷ്യ സ്നേഹം. എന്താണ് യേശു എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമാണ്, മനുഷ്യ സ്നേഹത്തിന്റെ മൂർത്തീഭാവമാണ് യേശു ക്രിസ്തു. ഈ ക്രൂശീകരണത്തിന്റെ കാരണം എന്താണ്? മനുഷ്യ സ്നേഹത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്തിരിയാൻ കർത്താവ് തയ്യാറല്ല. അതാണ് ഈ ക്രൂശീകരണത്തിന്റെ അടിസ്ഥാന ഭാവം. കുഷ്ഠരോഗി പറഞ്ഞു, ആർക്കും എന്നെ ഇഷ്ടമില്ല, നിനക്ക് മനസ്സുണ്ടോ എന്നെ ശുദ്ധമാക്കുവാൻ? യേശു പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്. രക്തസ്രാവക്കാരി സ്ത്രീയോട് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. പാപിനിയോട് പറഞ്ഞു, മകളെ അധികം പാപം ചെയ്യരുത്. 18 സംവത്സരമായി ആരും സഹായിക്കാതെ കടന്ന മനുഷ്യനെ
സഹായിക്കാൻ കർത്താവ് മനസ്സ് കാണിച്ചു. അവൻ പിതാവിന്റെ മാർവിൽ നിന്നിറങ്ങി വന്ന് വേഷത്തിൽ മനുഷ്യനായി ക്രൂശിലെ മരണത്തോളം തന്നെ താഴ്ത്തിയത് തന്റെ സൃഷ്ടിയുടെ പരിതാപകരമായ അവസ്ഥ കണ്ട അതിനെ സ്നേഹിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് തിരസ്കരണം ഒരിക്കലും വിജയിക്കത്തില്ല. പരിഗണനയാണ് ചരിത്രം, ശുശ്രൂഷയാണ് ചരിത്രം. യേശു ക്രിസ്തുവിലെ ദൈവസ്നേഹം ആർക്കും വേണ്ടാത്തവരെ സ്നേഹിച്ചു, എല്ലാവരും എതിർത്തവരെ സ്നേഹിച്ചു. എന്തിനേറെ പറയണം, അവസാനം തന്നെ ക്രൂശിച്ചവരെ പോലും പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാൻ ഇവരോട് ക്ഷമിക്കണമേ. എത്ര മനോഹരമായി ഈ ലോകത്തിന്റെ ജീവന്റെ കേന്ദ്രമായി ഈ ഉത്തരാധുനികതയിലും കർത്താവിന്റെ ജീവനാണ് നിലനിൽക്കുന്നത്. അതാണ് സത്യം. ഒന്നാമത് യേശുവിനെ കുത്തിത്തുളച്ച, അവന്റെ വിലാപ്പുറം കുത്തിത്തുളച്ച കുന്തം, അവന്റെ കൈകളിൽ തറയ്ക്കപ്പെട്ട ആടുകൾ തിരസ്കരണമെന്ന വേദന, കഷ്ടാനുഭവത്തിന്റെ ഭാവം സൂചിപ്പിക്കുന്നു. രണ്ടാമത് കർത്താവിന്റെ വിസ്താര സമയത്തും കർത്താവിന്റെ കഷ്ടാനുഭവ സമയത്തും ഒക്കെ വളരെയധികം യഹൂദന്മാർ ശ്രമിച്ച, കർത്താവിനെ വേദനിപ്പിക്കാൻ ശ്രമിച്ച വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു ഭാഗം അവനെ നിന്ദിക്കുക, പരസ്യമായി നിന്ദിക്കുക. ഈ തിരസ്കരണം പോലെ വേദനാജനകമാണ് നിന്ദയും. സത്യത്തിൽ ഈ നിന്ദ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഒരു അർത്ഥതലം നമ്മുടെ മനസ്സിലേക്ക് വരത്തില്ല. നമ്മൾ അധിവസിക്കുന്ന ജീവിത സാഹചര്യത്തിൽ നമ്മുടെ വിലയും നിലയും എല്ലാം നശിച്ച് നമ്മൾ തുച്ഛീകരിക്കപ്പെടുമ്പോൾ, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ നികൃഷ്ടരായി നിന്ദിക്കപ്പെടുന്ന ആ സന്ദർഭം എന്തൊരു വേദനയാണ്. അവന്റെ തലയിലെ മുൾക്കിരീടം, അവനെ ധരിപ്പിച്ച ചുവപ്പ് കുപ്പായം, അവന്റെ കയ്യിൽ കൊടുത്ത വടി, ഇതെല്ലാം നിന്ദയുടെ സൂചകങ്ങൾ. അവസാനം കാർക്കിച്ചവന്റെ മുഖത്ത് തുപ്പി. വലിയ വെള്ളിയാഴ്ചയിലെ പ്രബിയോനിൽ പറയുന്നത് മണ്ണാങ്കട്ട. അതാ പൊന്തിയോസ് പീലാത്തോസിനെ കുറിച്ച് കൊടുത്ത വിശേഷണം. മണ്ണാങ്കട്ട, ഒന്നുമില്ലാത്ത മണ്ണ, ഉള്ളങ്കയിൽ സർവപ്രപഞ്ചത്തിൽ വഹിക്കുന്നവനെ ന്യായം വിസ്തരിക്കുന്ന സന്ദർഭം നമ്മുടെ ജീവിത സാഹചര്യത്തിലേക്ക് തിരികെ വന്നു. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ആണികൾ, വിലാപ്പുറത്ത് തറച്ചു കയറുന്ന കുന്തങ്ങൾ, പല കുടുംബങ്ങളിലും വേദന കൊണ്ട് മനുഷ്യൻ ഞെങ്ങി ഞെരുങ്ങി ജീവിക്കുന്നത് അനുഭവിക്കുന്ന നിന്ദയാണ്. ബോധപൂർവം നിന്ദിക്കുകയാണ്. അത് പ്രായമായവരെയും, പ്രായമായവർ ചെറുപ്പക്കാരെയും, അധികാരമുള്ളവർ അധികാരമില്ലാത്തവരെയും ഒക്കെ പീഡിപ്പിക്കുന്നതിന്റെ രണ്ടാം മുഖമാണ് നിന്ദ. ഇന്നത്തെ ഈ സ്ത്രീ പീഡനവും പ്രകൃതി പീഡനവും ഒക്കെ ബഹുമാനമില്ലാത്തതിന്റെ കാരണം കൊണ്ടാണ്. നിന്ദയുടെ മറുവശം എന്ന് പറയുന്നത് ആദരവാണ്. ആദരവില്ലെങ്കിൽ നിന്ദിക്കും, ആദരവില്ലെങ്കിൽ നിന്ദിക്കും. ഈ സൃഷ്ടി നിലനിൽക്കുന്നതിന്റെ ഒന്നാം കാരണം ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തു നൽകിയ സ്നേഹത്തിന്റെ പ്രചോദനം, സ്നേഹത്തിന്റെ പ്രചോദനം. രണ്ടാമത്തത് കർത്താവ് ഈ സൃഷ്ടിക്ക് നൽകിയ ആദരവ്. വീണുപോയ ആദാമിനെ നസ്രായക്കാരനേശു തന്റെ മനുഷ്യാവതാര പദ്ധതിയുടെ അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് വീണുപോയ മനുഷ്യവർഗത്തെ തമ്പുരാൻ ആദരപൂർവം സ്നേഹിച്ചു. യോർദാൻ നദിയിലെ മാമോദീസയെ കുറിച്ച് പഠിപ്പിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് പിതാക്കന്മാർ വിവരിക്കുമ്പോൾ പറയുന്നത്, അവൻ യോർദാനിൽ മാമോദീസ മുങ്ങി. എന്തിനാണെന്നോ, യോർദാന്റെ അഗാധത്തിൽ ഒളിഞ്ഞു കിടന്നിരുന്ന തന്റെ പ്രതിരൂപം, ആദാമെന്ന് വീണുപോയ പ്രതിരൂപം, അതിനെ തോളിലെടുത്ത് തിരികെ കൊണ്ടുവരുവാനാണ്. കർത്താവ് അത്രമാത്രം ആദരിച്ചു മനുഷ്യവർഗത്തെ. സഹോദരങ്ങളെ, ഇന്നും ലോകം നിലനിൽക്കണമെങ്കിൽ ആദരവിന്റെയും ബഹുമാനത്തിന്റെയും മനോഹര തലങ്ങൾ കുടുംബജീവിതം മുതൽ ആഗോള തലം വരെ വ്യാപിക്കണം. നമുക്കറിയാം, നമ്മളെല്ലാവരും മനസ്സിലാക്കി
വികസ്വര രാജ്യം എന്ന് പറയുന്നത് ഒന്നുമല്ല. ഇക്കണോമിക്സിലും കൊമേഴ്സിലും പഠനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും എല്ലാം നമ്മൾ പഠിച്ചതാണ് ഡെവലപ്പിംഗ് ആൻഡ് ഡെവലപ്ഡ് കൺട്രീസ്. അതുപോലെ തന്നെയാണ് ദ ഡ്രാസ്റ്റ് ഓർ ദ ഗ്രോസ് ഡിസ്റ്റിങ്ഷൻ ഓർ ഡിഫറൻസ് ബിറ്റ്വീൻ പൂവർ ആൻഡ് റിച്ച്, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം. പക്ഷെ ഇപ്പം മനസ്സിലായി, ഉള്ളവരും ഇല്ലാത്തവനും വികസിതവും വികസനവും എല്ലാം ദൈവ ദൃഷ്ടിയിൽ ഒന്നാണ്. ഏറ്റവും സമ്പന്നമായ അമേരിക്കയിലെ പ്രസിഡന്റ് അദ്ദേഹം ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടുകയാണ്, അല്പം മരുന്ന് ഞങ്ങൾക്കും തരണം. നിങ്ങൾ ഓർത്തു നോക്കിക്കേ, കാലഘട്ടം ഈ COVID-19 മനുഷ്യൻ ഒന്നുമല്ല. മനുഷ്യന്റെ ജീവിതത്തിലെ അഹങ്കാരങ്ങളും അവൻ മറ്റുള്ളവരെ നിന്ദിക്കുന്ന അധികാരവും സമ്പത്തും ലഭിച്ചിരിക്കുന്ന സാധ്യതകളും എല്ലാം അത് നൈമിഷികമാണ്, നശ്വരമാണ് എന്നത് പഠിപ്പിച്ച പ്രത്യേക സന്ദർഭമാണ്. എന്നാൽ സഹോദരങ്ങളെ, പരസ്പരം ഒന്ന് ബഹുമാനിച്ച് ആദരവോടെ സ്നേഹിച്ച് കല്ലെറിയാൻ വേണ്ടി യഹൂദന്മാർ ഓടിച്ചു കൊണ്ടുവരുന്ന പാപിനിയായ സ്ത്രീയെ കണ്ടിട്ട് നസ്രായക്കാരുടെ പ്രതികരണം എത്ര മനോഹരമാണ്. പാപമില്ലാത്തവൻ ഇവളെ കല്ലെറിയട്ടെ. അതാണ് മനുഷ്യത്വത്തോടുള്ള ആദരവ്. മനുഷ്യത്വത്തോടുള്ള ആദരവ് ഞാൻ ഉപസംഹരിക്കട്ടെ. കൊച്ചു കുഞ്ഞു മുതൽ ആർക്കും വേണ്ടാത്ത ഭിക്ഷക്കാരൻ പോലെയുള്ള സാധാരണ ജീവിതത്തിന്റെ മേഖലകളിൽ ഒന്നുമല്ല എന്ന് തോന്നുന്ന മനുഷ്യരുടെ മുമ്പിൽ പോലും ആദരവോടെ ബഹുമാനത്തോടെ സമസൃഷ്ടങ്ങളാണെന്ന് മനസ്സിലാക്കി ആദരിക്കുവാൻ സാധിച്ചാൽ നമ്മൾ വീണ്ടും അവന്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തുന്ന പടയാളിയെ പോലെ അതപ്പതിക്കത്തില്ല. അത് സൃഷ്ടിയോട് മാത്രമല്ല, എല്ലാ ജീവികളോടും, ഈ പ്രപഞ്ചത്തോട് മുഴുവൻ. മനുഷ്യരെല്ലാം വീട്ടിൽ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ പക്ഷികളും ഇഴജന്തുക്കളും മറ്റ് ചരാചരങ്ങളൊക്കെ പ്രകൃതിയിലേക്ക് ഇറങ്ങി അതുങ്ങൾ സന്തോഷമായിട്ട് ഇപ്പം ജീവിക്കുക. മനുഷ്യൻ ഇതിനെല്ലാം ആട്ടി ഓടിച്ചു അവന്റെ അഹങ്കാരം കൊണ്ട്. എന്നാൽ പാരസ്പര്യത്തിൽ സമരസപ്പെട്ട് ജീവിക്കുന്ന മനോഹരമായ പർദീസയുടെ അനുഭവം അതാണ് നമുക്ക് വേണ്ടിയത്. സഹോദരങ്ങളെ, യേശുക്രിസ്തു അനുഭവിച്ച കഷ്ടപ്പാടിന്റെ ഒന്നാമത്തെ മുഖം തിരസ്കരണമായിരുന്നു. രണ്ടാമത്തെ മുഖം അദ്ദേഹം അനുഭവിച്ച നിന്ദയായിരുന്നു. അതുപോലെ തന്നെ അതിനോട് ചേർന്ന് ഞാനൊന്ന് പറയട്ടെ, കർത്താവിന്റെ വിസ്താര സമയത്തും ഒക്കെ ഈ കുറ്റാരോപണം യേശുക്രിസ്തുവിന്റെ മേൽ വല്ലാതെ നടക്കുന്നുണ്ട്. ഇതിനോടനുബന്ധിച്ച് തന്നെയാണ് ചിന്തിക്കേണ്ടത്. എല്ലാവരും ഉപേക്ഷിച്ചു, ശിഷ്യന്മാർ പോലും ഉപേക്ഷിച്ചു, എല്ലാവരും ഓടിപ്പോയി. അമ്മ മാത്രമാണ് കൂടെ നിൽക്കുന്നത്. എനിക്ക് അമ്മയോടുള്ള അഗാധമായ ആദരവിന്റെ അടിസ്ഥാനം ഈ കുഞ്ഞിനെ ഉദരത്തിൽ വഹിച്ചത് മുതൽ ഗോകുൽത്താഴ് മുത്തങ്ങ സംഘത്തിൽ പച്ചമാംസം പിച്ച് ചീന്തുന്നത് വരെ അമ്മയുണ്ട്. അമ്മയെ കർത്താവ് ഓർക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 26-27 വാക്യങ്ങൾ, യോഹന്നാനും അമ്മയും നിൽക്കുന്നത് കണ്ടപ്പം അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ ഇതാ നിന്റെ മകൻ. ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. എന്തൊരു മനോഹര ബന്ധം! ദൈവത്തിന് പോലും അമ്മയെ മറക്കാൻ മേലല്ലോ. ദൈവത്തിന് പോലും എന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, മനുഷ്യാവതാര അർത്ഥതലത്തിൽ ആ ബന്ധത്തിന്റെ തീവ്രത കർത്താവ് എത്ര മനോഹരമായി സൂക്ഷിച്ചു. ഓർക്കേണ്ട മറ്റൊരു കാര്യം, ഭയങ്കരമായി സത്യത്തിന് വിരുദ്ധമായി സ്കാൻഡൽസ്, ശക്തമായ ദുഷിപ്രചരണങ്ങളാണ് നസ്രായക്കാരനെതിരെ വരുന്നത്. ഇപ്പോഴാണ് ഈ സോഷ്യൽ മാധ്യമങ്ങൾ അത് ഉയർത്തിവിടുന്ന ഈ ആധുനിക കാലഘട്ടത്തിലെ കൂരാണിയും കുന്തവും സാമൂഹിക മാധ്യമങ്ങളിൽ ഒരു മനുഷ്യനെ കൊല്ലണമെന്ന് വിചാരിച്ചാൽ 10 പേര് നന്നായി വാട്സപ്പ് ഉപയോഗിക്കാനും ട്വിറ്റർ ഉപയോഗിക്കാനും ഒക്കെ സാധിക്കുന്ന 10 പേര് ഒരുമിച്ചാൽ ഏത് നീതിമാനും ക്രൂശിക്കപ്പെടും. ഇന്ന് ക്രൂശീകരണം ഒരു സഭയെ, ഒരു സമൂഹത്തെ, ഒരു സംഘത്തെ സംഘടിതമായി ക്രൂശിക്കുന്ന കാലഘട്ടം. അതാണ് ഇന്നത്തെ മാധ്യമ സംസ്കാരത്തിന്റെ മറുവശം.
ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. നസ്രായക്കാരിൽ യേശുവിൽ ഏറ്റവും അധികം ആരോപണം അദ്ദേഹത്തിനെതിരെ സത്യത്തിന്റെ യാതൊരുവിധ സാധ്യതയുമില്ലാത്ത ആരോപണങ്ങൾ. എന്നാൽ അതിനെതിരെ കർത്താവ് ചെയ്തത് ശാന്തതയോടുള്ള സൗമ്യത. അതാണ് പ്രമേയോനിൽ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാത്രിയിലെ പ്രമേയോനിൽ പറയുന്നത് ശാന്തതയോടുകൂടിയ സൗമ്യത. കർത്താവിന്റെ സൗമ്യത കണ്ടിട്ട്, ശാന്തതയോടുകൂടിയ സൗമ്യത കണ്ടിട്ട് പിശാച് ഞെട്ടി. അതുകൊണ്ടാണ് മനുഷ്യാവതാരം പിശാചിന് മനസ്സിലായില്ല. ആദമിനെയും ഹവ്വയെയും പിശാച് കബളിപ്പിച്ചുവെങ്കിൽ തന്റെ മനുഷ്യാവതാരം എന്ന ആഗ്നേയ അസ്ത്രത്താൽ പിശാചിനെ കർത്താവ് കബളിപ്പിച്ചു. അവൻ സ്വയമേവ തന്റെ ആത്മാവിനെ പിതാവിന്റെ പക്കൽ പരമേൽപ്പിച്ച് മരണത്തിന് കീഴടങ്ങി. ആ മരണം ചരിത്രത്തിന്റെ വിജയമായി. മരണത്തിന്റെ മേൽ മനുഷ്യജാതിക്കുണ്ടായ വിജയമായി. അതിന്റെ എല്ലാം അടിസ്ഥാനം ശാന്തതയോടുകൂടിയ സൗമ്യത. സഹോദരങ്ങളെ, അനേകർ അവരുടെ ഇഷ്ടത്തിനു വേണ്ടി, അവരുടെ താല്പര്യത്തിനു വേണ്ടി ദുഷ്പ്രചരണങ്ങളാലും ആരോപണങ്ങളാലും, അത് കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും നമ്മുടെ ഔദ്യോഗിക മണ്ഡലങ്ങളിലും എല്ലാം ഉണ്ട്, നമ്മളെ ക്രൂശിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ തമ്പുരാൻ പഠിപ്പിച്ച മാർഗം ശാന്തതയോടുകൂടിയ സൗമ്യത. അത് ഈ ചരിത്ര ലോകത്തിൽ നമുക്ക് ജീവനും പ്രത്യാശയും അതുപോലെ തന്നെ മഹത്തരമായ ഉയർപ്പിന്റെ ശ്രേഷ്ഠമായ ഫലമായി പരിണമിക്കും. ഞാൻ അവസാനിപ്പിക്കട്ടെ. എങ്കിലും പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി. ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. ഒന്നാം ആദാമിനെ വിലാപ്പുറം തുറന്നതോടെ പറുദീസ നഷ്ടപ്പെട്ടു. രണ്ടാം ആദാമിന്റെ വിലാപ്പുറം തുറന്നതോടെ വിശുദ്ധ കുർബാനയും വിശുദ്ധ മാമോദീസായുമാകുന്ന പറുദീസയിലേക്ക് കൈപിടിച്ചുയർത്തുന്ന കൗദാശിയന് അനുഗ്രഹങ്ങൾ ലഭിച്ചു. രണ്ടാമത് ഞാൻ പറഞ്ഞത് യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന്റെ 3 ഭാഗങ്ങൾ. ഒന്നാമത്തേത് തിരസ്കരണം. അതിനെ കർത്താവ് അതിജീവിച്ചത് പരിഗണന കൊണ്ടും ശുശ്രൂഷ കൊണ്ടും. രണ്ടാമത്തേത് കർത്താവ് അനുഭവിച്ച ഒറ്റപ്പടി. അതുമല്ലാതെ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം നിന്ദിക്കപ്പെടുന്ന, അനുഭവിച്ച നിന്ദകൾ. എന്ത് ഭയങ്കരമായി ദൈവപുത്രൻ നിന്ദിക്കപ്പെട്ടു. എന്നാൽ കർത്താവ് അതിനെ അതിജീവിച്ചത് ആദരവ് കൊണ്ടും ബഹുമാനം കൊണ്ടും. മൂന്നാമത്തേത് കർത്താവിൻ്റെ മേൽ ആരോപിക്കപ്പെട്ട സത്യത്തിന് അല്പം പോലും അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാൽ നസ്രായക്കാരൻ ക്രൂശിക്കപ്പെട്ടു. ഇന്നത്തെ ആധുനിക ലോകത്തിൽ ആരെയും ക്രൂശിക്കാം സത്യത്തിനൊട്ടും അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാൽ. എന്നാൽ നസ്രായക്കാരൻ അതിനെ അതിജീവിച്ചത് ശാന്തതയോടുകൂടിയ സൗമ്യത. അതുകൊണ്ട് ഇന്നും ലോകം ജീവിക്കുന്നു. എല്ലാ നിരാശയുടെയും, എല്ലാ കഷ്ടതയുടെയും, എല്ലാ വേദനയുടെയും നടുവിൽ ഇന്നും ലോകം ജീവിക്കുന്നത് യേശു ക്രിസ്തു എന്ന പ്രകാശം ഈ ചരിത്ര ലോകത്തിൽ ഉദിച്ചതുകൊണ്ടാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവേ, എൻ്റെ അധരങ്ങൾ കൊണ്ട് വന്നുപോയ തെറ്റുകളെയും പാപങ്ങളെയും നീ എന്നോട് ക്ഷമിക്കണമേ. ഞാൻ ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾ നിന്റെ കൈകളിലും നിന്റെ കാലുകളിലും അടിച്ച ആണികളും നിന്നെ കുത്തിയ കുന്തത്തെയും പ്രതി എന്നോട് ക്ഷമിക്കണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവം നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.